ഒരു നാണമില്ലേ കുട്ടൂടിയാണ്. നിനക്കല്ലയോ നാണോ ഇല്ലാത്ത? അതെ അതെ. പോട്ടേടി പൊട്ടക്കുതിരെ. പറഞ്ഞത് മറക്കരുതേ. അത് ഞാൻ ഏറ്റു. ആത്മാവിന് സ്വല്പം പുക തരൂ. നിങ്ങൾ എവിടെ പോയിരുന്നു ഇത്ര നേരം? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നേ. പോട്ടെ. ഓ സാറ് എപ്പോ വന്നു? 2 ദിവസമായി. എന്തൊക്കെയുണ്ട് പോലും? ഒന്നുമില്ല, കണിയാൻ ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ. ഒരത്യാവശ്യ കാര്യമാണ്. എപ്പോ ചെന്നാലും പുള്ളിക്കാരൻ അവിടെ കാണത്തില്ല. ഇത്ര രാവിലെ വന്നപ്പോഴും അവിടെ ഇല്ല. എന്തേന്ന് ചോദിച്ചു, അത് രാവിലെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിൽക്കേണ്ട കാര്യം എന്തുവാ? ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഇത്തിരി ദുരിശമുണ്ട്, ചെല്ലട്ടോ. കാട്ടെ സാറ് ചുമ്മാ നടക്കാം. എന്താ കുഞ്ഞെ, സുഖമാണോ? ആ എറിഞ്ഞു പാട്ടാതെ കേറി പെരടാ കൊഞ്ഞ. നീയാണോ കൊഞ്ഞ്? കൊത്തൂതി അടിച്ചാണ്ടല്ലോ. നിന്റെ അപ്പൻ എന്തിയാടാ? അതുമില്ല, തങ്കച്ചേ ഉള്ളൂ. തങ്കച്ചെന്ന് വിളി. എന്തിനാ വിളിക്കേ? അയ്യോ തങ്ക കൊടവല്ലയോ. ആ മുക്കിലെ കടയിൽ പോയി മുട്ടായി മേടിച്ചു വന്നു. ഓടണ്ട, അതൊക്കെ നടന്നു പോയാ മതി. എന്താ? അല്ല, അപ്പനെ ഒന്ന് കാണണമായിരുന്നു. അപ്പം വേലക്ക് പോയി. അല്ല, തങ്കക്കുട്ടി ആകെ അങ്ങ് ഉടഞ്ഞല്ലോ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നോട് എന്തിനാ ഈ വിരോധം? ഞാൻ അപ്പന് ചാരായം കൊടുക്കുന്നുണ്ടാണോ? തങ്കക്കുട്ടി പറഞ്ഞാൽ ഇനി കൊടുക്കുന്നില്ലെന്ന് വെച്ചേക്കാം. എനിക്ക് ആരോടും വിരോധമില്ല. ആണെങ്കിൽ പറ, ഞാൻ ഈ ചാരായം വിൽപ്പന അങ്ങ് നിർത്തിയേക്കാം. സ്നേഹമുള്ളവർ പറഞ്ഞാ എന്തും ചെയ്യുന്നവനാ ഈ വേലു. എന്ത് വേണേ ചെയ്തു, എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണിയായാലും ഞാൻ കൂടെ സഹായിക്കാം. എനിക്ക് എല്ലാ പണിയും അറിയാം. ഇവിടെ ആരുടെ സഹായം ഒന്നും വേണ്ട. ചേട്ടാ, ഇതൊരു സ്നേഹമില്ലാത്തതുപോലെ. ഗോപി, ഗോപി, എടാ ഗോപി, ചെറുക്കൻ എവിടെ പോയി? മുട്ടായി മേടിക്കാൻ പോയി. തങ്കക്കുട്ടിക്ക് മുട്ടായി ഇഷ്ടമാണോ? എനിക്ക് മുട്ടായി മിഠായി ഒന്നും വേണ്ട. പിള്ളച്ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ. ഒരത്യാവശ്യ കാര്യമാ. എന്തേന്ന് ചോദിച്ചു, കാലത്തെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കാര്യം എന്തുവാ? ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഇത്തിരി ദുരിശമുണ്ട്, ചെല്ലട്ടെ. എനിക്ക് മൊത്തമായി കിട്ടിയില്ല. ഞാൻ പള്ളിക്കുട്ടി പോകുമ്പോ മേടിച്ചോളാം. എന്താ കൊത്തൂരിന്ന മുഖത്തൊരു വാട്ടം? തങ്കച്ച് വന്നില്ലയോ? എന്താ അവള് ചീത്ത പറഞ്ഞോ? കൊഞ്ചം നീ വിളമ്പി, ഞാൻ തീർന്നിച്ചു വരാം. എനിക്കിന്നങ്ങ് രസിച്ചു. മുതലാളി തൊഴിലാളിയായല്ലോ. നിനക്കേടെ പലതും രസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ കൊട്ടുടി എവിടെയെല്ലാം കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അതയാൾ അപ്പനെ കാണാൻ വന്നതാ. അപ്പല്ലാത്ത നോക്കി അപ്പനെ കാണാൻ വരിക. മറ്റാർക്കും ബുദ്ധിയില്ലെന്ന് വരിക്കരുത്. അപ്പു, നീ ഒന്ന് വെറുതെ ഇരിക്കും. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അറിഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. അയാൾ എന്നെ കാണാൻ വന്നതാ. ആർക്കാ ഛേദം? അത് ഞങ്ങളുടെ ഇഷ്ടമാ. നിങ്ങളുടെ ഇഷ്ടം? തങ്കേ, എന്താ പേടിപ്പിക്കുന്നു? ഞാനാരും പേടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പു, നിന്റെ പാട്ടിന് പോ. അപ്പു വന്ന് ചോറുണ്ണപ്പോ. വേണ്ട, നീ ആ കൊട്ടോടി കൊണ്ടു കൊടു. അയ്യേ,
ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ അപ്പുനെ ചൊടിപ്പിക്കാൻ. വേണ്ട വേണ്ട, എനിക്കറിയാം. അപ്പു, എന്റെ അപ്പുന് എന്നെ വിശ്വാസമില്ലേ? ഞാൻ തമാശ പറഞ്ഞതല്ലേ. വാ അപ്പു, എന്റെ അപ്പു അല്ലേ, വാ വന്ന് ചോറുണ്ണ്. അപ്പു വന്ന് ചോറുണ്ണ്, ഇനി ഞാൻ കരയും. ഓം ഗണപതേ നമ. എന്താ കണിയൻ ചേട്ടാ? ശാന്തമായിരിക്കൂ, ശല്യപ്പെടുത്താതിരിക്കൂ. ഞാൻ കാണട്ടെ. അതാ അതാ അതാ. ഏതാ? ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നു. ഈ ഗോപാലഗണകൻ കാണാത്തതൊന്നും ഈ പറങ്കിമലയിൽ സംഭവിക്കുകയില്ല. പറങ്കിമലത്തേവരുടെ സ്വന്തം ആളാണ് ഞാൻ. ഞാൻ പരാജയപ്പെട്ടത് ഒരാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് അറിയാമോ? ആരാ? നാണി എന്ന ഭാര്യ എന്ന സ്ത്രീ. കനകം, സ്വർണം, പൊന്ന്, തങ്കം, തങ്ക. തങ്ക എന്ന പ്രതിയുടെ ഏറൽപ്പം കുറഞ്ഞിട്ടില്ലേ? ആ, എന്നാലും എറിയുന്നില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞുകൂടാ. അതാ അതിന്റെ കാര്യം. ഇത്തരം സംഗതികൾക്ക് ഫലം ക്രമേണേ അനുഭവപ്പെടും. ഇനി കുറെ കൂടി ധൈര്യമായി സമീപിക്കാം. ഉള്ളതാണോ ചേട്ടാ? സംശയം അരുത് ബാലക. ഒന്നുകൂടി ഒഴിക്കൂ. എടാ ഊപ്പേ, ആ കാശില്ലടാ. എന്താണെന്ന് വന്നവനെ വരട്ടുന്നത്? കാശില്ലെങ്കിൽ ആ മീനോട് വെച്ചേര്. മീൻ തീരെ കിട്ടുന്നില്ല. പിന്നെ നിന്റെ ഇരിക്കുന്ന എന്തുവാ? മാനാന്നോ? കാലത്ത് തുടങ്ങി പരിധി നടന്നിട്ട് ആകെ കിട്ടി. കൊണ്ടുവാ. ആ, നിന്റെ പറ്റിൽ ഒരു 3 രൂപ വരെ വെച്ചേക്കാം. അയ്യോ, അതിന് 5-8 രൂപയ്ക്കുള്ള മീനുണ്ട്. അങ്ങോട്ട് 5 രൂപ നഷ്ടമാണ്. നിനക്കിപ്പോ വേണോ? അതിനാ വന്നത്. ആ, അണ്ണാ, ഒന്നും കൂടി. ആ വന്നാട്ടുള്ള ചേട്ടാ. വെള്ളച്ചേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇരുന്നാട്ടെ. നീ ഒഴിച്ചോ, ഒഴി. എന്താടാ നീ മീൻ കച്ചവടം തുടങ്ങി? അയ്യോ എന്റെ ചേട്ടാ ഒന്നും പറയണ്ട. ഇല്ല, പോയവന്റെ ഒന്ന് പൊന്നുമല കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുക. ആർക്ക് വേണ്ടിട്ടാ? ആർക്കാ? ചേട്ടന്. അല്ലാതെ ആർക്കാ? ചേട്ടന് മീൻ വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അല്ലാതെ എനിക്കെന്തിനാ? എനിക്ക് വീടോ കൂടിയോ ഒറ്റമുണ്ടോ? വെച്ച് തരാൻ ആളുണ്ടോ? ആരാ? നീ ഒന്നുകൂടെ ഒഴിക്ക്. അയ്യോ എന്റെ ചേട്ടാ, സാധനം തീർന്നു. നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഇവന്റെ പറഞ്ഞ തേവരാണ് സത്യം. ആ കണിയാൻ ചേട്ടനും പരമനും കൂടെ. നിന്റെ അമ്മയുടെ പരമൻ ഞാൻ വരുമെന്ന് നിനക്കറിഞ്ഞൂടെ? ചേട്ടൻ ദേഷ്യപ്പെടാതെ. ചേട്ടൻ ഇതും കൂടെ അങ്ങോട്ട് നടന്നാട്ടെ. ചേട്ടൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ സാധനമായിട്ട് എത്താം. അത് ശരിയാ, മീൻ ചെയ്യത്തുമില്ല. അപ്പൊ ഇന്ന് എന്റെ കൂടി നിന്റെ ചാപ്പാട്.